പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസൻ പ്രേമാനന്ദൻ പാസ്റ്റർ, ഏറ്റവും ബഹുമാനപ്പെട്ട ഡാനിയൽ സാർ കുടുംബം, പാസ്റ്റർ ലയണൽ കുടുംബം, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവവചന കേൾവിക്കായി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവജനം, അനുഗ്രഹീതമായ ഗാനങ്ങളിലൂടെ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാൻ നമ്മെ സഹായിച്ച ഗായക സംഘം, ഓൺലൈനായി സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ദേശീയ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഇന്ന് രാത്രി ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തോടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാനുമുള്ള അവസരങ്ങളൊക്കെ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഈ പരസ്യ സ്ഥലത്ത് വന്ന് ജീവനുള്ള ദൈവത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ലതും വിലയേറിയതുമായ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്ന ഈ അവസരം എൻ്റെ ജീവിതത്തിലെ ഒരു പദവിയായി ഞാൻ കാണുന്നു. എന്നെക്കാൾ പ്രായം കൊണ്ട് പക്വതയും വിജ്ഞാനം കൊണ്ട് പാണ്ഡിത്യവും ജീവിതാനുഭവങ്ങൾ കൊണ്ട് പരിചയവുമുള്ള ദൈവദാസന്മാരുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അവരെക്കാൾ ഒട്ടും ശ്രേഷ്ഠതയുള്ളത് കൊണ്ടല്ല, ഒരു കാലത്ത് അവിശ്വസ്തനായിരുന്ന എന്നെ വിശ്വസ്തനെന്നെണ്ണി അയോഗ്യതകൾ യോഗ്യതകളായി കണ്ട് സ്വർഗത്തിലെ ദൈവം മാനിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം നൽകി തന്ന കർത്താവിൻ്റെ ദാസനോടുള്ള പ്രത്യേക നന്ദിയെയും ഇന്ന് രാത്രി ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ദേശീയ കൺവെൻഷൻ്റെ രാത്രി യോഗങ്ങൾ ഈ ഗ്രൗണ്ടിൽ വെച്ച് ക്രമീകരിച്ചതിൻ്റെ ഒരു ലക്ഷ്യം, ഈ സന്തോഷം അനുഭവിച്ചിട്ടില്ലാത്ത അനവധി ആളുകൾ ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യോഗം ശ്രദ്ധിക്കുന്നവരായിട്ടുണ്ട്. അവരോട് നമുക്കൊരു കടമയും കടപ്പാടുമുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിൽ കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവീൻ. ആ മാറ്റമില്ലാത്ത കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാത്രി യോഗം ഇങ്ങനെ ഈ പരസ്യ സ്ഥലത്ത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ഭരമേൽപ്പിച്ച സന്ദേശവും പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഈ ദേശത്തോടാണ്. ദൈവമക്കളാകുന്ന നമുക്ക് ആത്മാവിൽ ധൈര്യപ്പെടാനും ശക്തി പ്രാപിക്കാനും ദൈവവചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ ഗ്രഹിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ പകൽ യോഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിർമ്മല സുവിശേഷം, കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകനെ ഈ ദേശത്ത് ഏറ്റവും അധികമായി ഉയർത്തുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഈ ദേശത്തോടുള്ള നമ്മുടെ കർത്തവ്യം നമുക്കൊരുമിച്ച് നിർവഹിക്കാം എന്ന പ്രാർത്ഥനയോടെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ഈ രാത്രി പ്രവേശിക്കാം. അതിനാധാരമായൊരു വേദഭാഗം ഇവിടെ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 27-ാമത്തെ വേദഭാഗം. അതിനെ അവിടുന്ന് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. കണ്ണുകളടയ്ക്കാം, തലകളവണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിൽ വായിച്ച വേദവാക്യത്തിനായി സ്തോത്രം. ഇത് സ്വർഗത്തിൽ ഏന്തണമേ, വിഭാഗിക്കണമേ,
ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണമേ. യേശുവിൻ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രി ഇവിടെ വായിച്ചിരിക്കുന്നത്. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യം. മനുഷ്യരാൽ ദൈവത്താൽ, രണ്ട് പദങ്ങൾ ശ്രദ്ധേയമാണ്. മനുഷ്യരാൽ ദൈവത്താൽ. ഒന്ന് ബഹുവചനമാണ്, മറ്റൊന്ന് ഏകവചനമാണ്. ഇതേ വാക്യം തന്നെ മറ്റൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യർക്ക് എന്ന ബഹുവചനം തന്നെയാണ്. എന്നാൽ മറ്റേ പദം ഏകവചനമാണ്. ദൈവങ്ങൾക്ക് എന്നല്ല, ദൈവത്തിന്, ദൈവത്താൽ സാധ്യമാണ്. സാധാരണ വൈദ്യന്മാരും ഡോക്ടേഴ്സുമൊക്കെ ഉപയോഗിക്കുന്നൊരു വാചകമാണിത്. ഈ ഗ്രന്ഥം എഴുതിയ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. സാധാരണ പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ലാത്ത ഒരു പേഷ്യൻ്റ് ഒരു ഡോക്ടറുടെ മുൻപിൽ വരുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കാം, ഞങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ പിന്നെ അവർ പോലും പറയുന്നൊരു കാര്യം, ദൈവത്തിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അവരുടെ അറിവ് കൊണ്ട് അവർ നേടിയ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ വ്യക്തിയെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ സമർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അസാധ്യമാണെങ്കിലും അത് സാധിക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലൂക്കോസ് വൈദ്യനായതുകൊണ്ട് അങ്ങനെ ഒരു വാചകം തൻ്റെ ഗ്രന്ഥത്തിൽ വന്നതായിരിക്കാം. ഇന്ന് രാത്രി സാധാരണ സുവിശേഷ യോഗങ്ങളിലൊന്നും അധികം വായിക്കപ്പെടാത്തൊരു വാക്യമാണിത്. ഉപവാസ പ്രാർത്ഥനകളിലൊക്കെയാണ് സാധാരണ നമ്മൾ ഈ വാക്യം വായിച്ച് കേൾക്കാറുള്ളത്. എന്നാൽ ഇന്ന് രാത്രി ഈ ദേശത്തോട് അറിയിക്കേണ്ടതിന് ഈ തിരുവെഴുത്തിൽ നിന്നുകൊണ്ട് ശക്തമായ ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുള്ള സമയം പരിമിതമാണെന്ന് എനിക്കറിയാം. നമ്മുടെ യോഗങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. കൃത്യസമയത്ത് ആരംഭിച്ച് അത് കൃത്യസമയത്ത് അവസാനിപ്പിക്കും. ഇന്ന് പ്രാരംഭ ദിവസമായതുകൊണ്ട് ആണ് ഒരല്പം വചന ശുശ്രൂഷ ആരംഭിക്കാൻ സമയം വൈകിപ്പോയത്. എങ്കിലും ഒത്തിരി ദീർഘമാക്കാതെ കാതലായ ചില സന്ദേശങ്ങൾ ലളിതമായി, ലളിതമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവതരണത്തെയാണ്, സന്ദേശം ശക്തമാണ്, വളരെ ശാന്തമായി ഈ സന്ദേശം ഈ ദേശത്തിന് നൽകി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരേണ്ട 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യർക്ക് അസാധ്യമായിട്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ? 2, അങ്ങനെയൊന്നുണ്ടെങ്കിൽ അതെന്താണ്? 3, അത് സാധ്യമാക്കാൻ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണല്ലോ, അത് സാധ്യമാക്കാൻ ദൈവമൊരുക്കിയ പദ്ധതി എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടി അറിയിക്കുകയാണ് എൻ്റെ സന്ദേശത്തിൻ്റെ പ്രമേയം. വളരെ പ്രാർത്ഥനയോടെ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യർക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറുപടി ഒരുപക്ഷെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നായിരിക്കാം. പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യൻ, അറിവുള്ള മനുഷ്യൻ അല്പം ആലോചിച്ച് മാത്രമേ അതിന് മറുപടി പറയത്തുള്ളൂ. മനുഷ്യൻ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഒരല്പം കൂടെ ആഴമായിട്ട് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ അധിവാസത്തിനാവശ്യമായ കാര്യങ്ങളിലും ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ആവശ്യമായ കാര്യങ്ങളിലും അവൻ അസാധ്യമായതൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അതല്ലേ യാഥാർത്ഥ്യം? നമുക്കറിയാം, മനുഷ്യൻ അസാധ്യമായ കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും.
ഡോക്ടർ APJ അബ്ദുൽ കലാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നമ്മെ കൊണ്ട് സാധിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ അകത്ത് പ്രവേശിച്ചാൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നാൽ എനിക്കതിന് കഴിയും എന്നൊരാത്മവിശ്വാസം അകത്തുണ്ടെങ്കിൽ ഏത് അസാധ്യമായ കാര്യങ്ങളെയും അവന് മറികടക്കാൻ സാധിക്കും. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ഒരു നിലവാരത്തിലാണ്. ദാവീദ് പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. അവൻ കേവലം ജൈവരാസപിണ്ഡമല്ല, മറിച്ച് ആത്മാവും പ്രാണനും ദേഹവുമുള്ള ഒരു സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ. ഒരിക്കൽ ഇല്ലാതിരുന്നതും പിന്നീട് ഭൗതികവും അഭൗതികവുമായ ചേരുവകളാൽ കൂടിച്ചേർക്കപ്പെട്ടവനും നിത്യതയിൽ അനന്തമായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനും കടലും കരയും ആകാശവും അടക്കി വാഴുവാൻ അധികാരം ലഭിച്ചവനുമാണ് മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. അവസരോചിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പ്രതികരിക്കാനുമുള്ള മനുഷ്യന്റെ കഴിവ് അപാരം തന്നെയാണ്. മനുഷ്യൻ പ്രവചനാതീതനാണ്. മുൻകൂട്ടി വിലയിരുത്താനാകാത്ത ഒരു അത്ഭുത പ്രതിഭാസമാണ് മനുഷ്യൻ. ഒരു മനുഷ്യനെ നോക്കി നമുക്ക് അവൻ ഇത്രയേ പോകൂ, ഇന്നതേ ചെയ്യൂ, അവൻ ഇന്നതേ ആകൂ എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാനൊക്കത്തില്ല. കാരണം അപാരമായ സാധ്യതകൾ ഓരോ മനുഷ്യൻ്റെയും അകത്തളങ്ങളിലുണ്ട്. ഇന്ന് കാണുന്നവരല്ല നാളെ. നമുക്കറിയാം, ഒരു കാലത്ത് ജീവിതത്തിൻ്റെ വൈകല്യങ്ങളും പരാജയങ്ങളും മുൻനിർത്തി അവൻ ഇത്രയൊക്കെ പോകൂ എന്ന് വിലയിരുത്തിയ പലരും ഇന്ന് ലോകത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മറ്റു പലർക്കും സാധിക്കാത്ത പല മേഖലകളും കൈയടക്കി മുന്നേറിയതിൻ്റെ ചരിത്രം നമ്മുടെ കൺമുൻപിലുണ്ട്. പഠനത്തിൽ പുറകോട്ട് പോയിരുന്നവർ മണ്ടന്മാരെന്ന് വിധി എഴുതി ഒരു ഗുണവുമില്ലാത്തവരെന്ന് മുദ്രകുത്തപ്പെട്ട പലരും ഇന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ ഇടം പിടിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോൾ മനുഷ്യനെ നമുക്ക് മുൻകൂട്ടി വിലയിരുത്താനൊക്കത്തില്ല. അവനൊരു അത്ഭുത പ്രതിഭാസമാണ്. ഒരുപാട് സാധ്യതകൾ അവൻ്റെ അകത്തളങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശിലായുഗത്തിൻ്റെ പരിമിതികളിൽ നിന്നും കാളവണ്ടി യുഗത്തിൻ്റെ സാവധാനതയിൽ നിന്നും പുരാതനത്വത്തിൻ്റെ ഒന്നുമില്ലായ്മകളിൽ നിന്നും ആധുനികതയുടെ വിശാലതയിലേക്ക് മനുഷ്യൻ നടന്നു കയറിയത് അസാധ്യമായ ഒരുപാട് പടികൾ ചവിട്ടിക്കയറിക്കൊണ്ട് തന്നെയാണ്. ശാസ്ത്ര സാങ്കേതികത്വത്തിൻ്റെ വളർച്ചയും പരിശ്രമിക്കാനുള്ള മനസ്സും ഒരുപാട് സാധ്യതകളും ഒരുമിച്ച് ചേരുമ്പോൾ, വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയും അതിൽ കൂടി ചേരുമ്പോൾ അസാധ്യമായ പല മേഖലകളും മനുഷ്യന് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു കാലത്ത് ഏറുമാടങ്ങളിലും കുടിലുകളിലും താമസിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് അമ്പരചുംബികളായ മണിസൗധങ്ങളിലേക്ക് അവരുടെ ജീവിതം പറിച്ചു നടപ്പെട്ടത് ഒരു കാലത്ത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല മനുഷ്യന്. അപ്പോൾ അവന് ഭാവന കാണുവാൻ പോലും കഴിയാത്ത പല മേഖലകളിലേക്കും ഇന്ന് മനുഷ്യൻ നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഒരു മനുഷ്യൻ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയാൽ അവനെവിടെ എത്തിയോ എന്നുള്ള വിവരം അറിയണമെങ്കിൽ തന്നെ മാസങ്ങളെടുക്കും. എന്നാൽ ഇന്നൊരു മനുഷ്യൻ ഈ സ്ഥലത്ത് നിന്ന് വിദേശത്തേക്ക് പോയാൽ പ്രഭാത ഭക്ഷണം ഒരു രാജ്യത്തും ഉച്ചഭക്ഷണം മറ്റൊരു രാജ്യത്തും അത്താഴം മൂന്നാമതൊരു രാജ്യത്തും കഴിച്ച് അന്ന് വൈകിട്ട് പോയെടുത്ത് തന്നെ മടങ്ങി വരുവാൻ കഴിയുന്ന നിലവാരത്തിൽ ഗതാഗത സംവിധാനങ്ങളിൽ മനുഷ്യനിന്ന് വളർന്നു കഴിഞ്ഞു. സ്വാഭാവിക ജനന പ്രക്രിയ ടെസ്റ്റ് ട്യൂബ് ശിശുവിനും ക്ലോണിങ്ങിനും വഴിമാറിയത് അത്ഭുതത്തോടെ നോക്കി നിന്ന മനുഷ്യൻ ഇന്ന് മരിച്ചുപോയൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പോലും ജീവന്റെ തുടിപ്പുകൾ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് അവൻ തെളിയിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ പത്രത്തിൽ ഞാനൊരു കാര്യം വായിച്ചത്, മനുഷ്യൻ ഹൃദയത്തിൽ ചിന്തിക്കുന്ന കാര്യം പോലും തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുവാൻ കഴിവുള്ള
കമ്പ്യൂട്ടറുകളെ മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ഒരു ചായ വേണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചാൽ മതി, നിർദ്ദേശമൊന്നും കൊടുക്കണ്ട. ആ ആഗ്രഹം മനസ്സിലാക്കി തലച്ചോറുകളിൽ നിന്നത് പിടിച്ചെടുത്ത് ചായ കൊണ്ട് തരുവാൻ കഴിയുന്ന യന്ത്ര മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ മനുഷ്യന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധിയും പരിശ്രമിക്കാനുള്ള മനസ്സും സാങ്കേതികത്വത്തിന്റെ വളർച്ചയും ഒരുമിച്ച് ചേരുമ്പോൾ അസാധ്യതയുടെ പടവുകൾ ഒന്നൊന്നായി കീഴടക്കി മനുഷ്യൻ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് കഴിയാത്ത കാര്യം 2 പേര് ചേർന്നാൽ ഒരുപക്ഷെ സാധിക്കും. 2 പേർക്ക് കഴിയാത്ത കാര്യം 10 പേര് ചേർന്നാൽ സാധിക്കും. 10 പേർക്ക് കഴിയാത്ത കാര്യം 100 അതിലധികമോ പേർ ചേർന്നാൽ സാധിക്കും. ഒരു രാജ്യത്തിന് കഴിയാത്തത് മറ്റൊരു രാജ്യത്തിന് കഴിയും. ആ രാജ്യത്തിന് കഴിയാത്തത് മൂന്നാമതൊരു രാജ്യത്തിന് കഴിയും. ഇന്നലകളിൽ സാധിക്കാതിരുന്നത് ഇന്ന് സാധിച്ചെങ്കിൽ ഇന്ന് അസാധ്യമെന്ന് തോന്നുന്ന പലതും നാളെ നമുക്ക് സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒരു കാലത്ത് മനുഷ്യൻ അസാധ്യമായി തോന്നിയിരുന്നതൊക്കെ ഇന്ന് മനുഷ്യന്റെ കാൽച്ചുവട്ടിലായി കഴിഞ്ഞു. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇന്നൊരു കാലത്തും മനുഷ്യനെ കൊണ്ട് സാധിക്കത്തില്ലെന്ന് തോന്നുന്ന പലതും നാളെ മനുഷ്യൻ നിഷ്പ്രയാസം സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. 1969 ജൂലൈ 21 അപ്പോളോ എന്ന വാഹനത്തിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തുന്നത് വരെ ആ കാര്യം മനുഷ്യൻ അസാധ്യമായ കാര്യമായിരുന്നു. ഏകദേശം 2000-ലധികം വ്യവസായ സ്ഥാപനങ്ങളിലും 200-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 8000-ലധികം ആളുകൾ 4 വർഷം കൊണ്ട് നിരന്തരമായി പരിശ്രമിച്ചതിൻ്റെ അനന്തരഫലമായിട്ടാണ് ആ കാര്യം മനുഷ്യൻ സാധിച്ചെടുത്തത്. വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വൈദ്യുതിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈദ്യുത ബൾബുകൾ, വൈദ്യുത വിശ്ലേഷണം തുടങ്ങിയതൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണ് തോമസ് ആൽവ എഡിസൺ ആൻഡ് മൈക്കൽ ഫാരഡേ. ഈ ശാസ്ത്രകാരന്മാർ വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 1000-ലധികം പരീക്ഷണങ്ങളാണ് നടത്തിയത്. ഓരോ പരീക്ഷണങ്ങളും പരാജയപ്പെടുമ്പോഴും നഷ്ടപ്പെടുന്ന പണം, സമയം, ആരോഗ്യം എല്ലാം വേസ്റ്റ് ആവുകയായിരുന്നു. പക്ഷേ അവരുടെ പരിശ്രമം അവർ നിർത്തിയില്ല. നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരുന്നു. 1000-ലധികം പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നെങ്കിലും ഒടുവിൽ അവരതിൽ വിജയിക്കുവാനിടയായി. 1903 റൈറ്റ് സഹോദരന്മാർ യന്ത്ര സഹായത്തോടെ വിമാനം ആകാശത്ത് പറത്തുന്നത് വരെ മനുഷ്യനത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എവറസ്റ്റ് കൊടുമുടി മനുഷ്യൻ കീഴടക്കുന്നത് വരെ അത് മനുഷ്യനെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത് വരെ അങ്ങനെ ഒരു രാജ്യം ലോകത്തിന്റെ ഭൂപടത്തിൽ ഉണ്ടായിരുന്നില്ല. അനന്തമായി പരന്നുകിടക്കുന്ന സമുദ്രത്തിനപ്പുറത്ത് അസാധ്യമാണ്, സാധ്യമായതൊന്നുമില്ല എന്ന് വിലയിരുത്തിയ കാലഘട്ടത്തിൽ അതിനപ്പുറത്തൊരു രാജ്യമുണ്ടെങ്കിൽ, ഒരു കരയുണ്ടെങ്കിൽ കണ്ടുപിടിക്കണമെന്ന ആഗ്രഹത്തോടെ ഒരുപാട് പേരുമായി യാത്ര തിരിച്ചതായിരുന്നു കൊളംബസ്. പക്ഷെ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ ആ സമുദ്രത്തിലൂടെ യാത്ര തിരിച്ചിട്ടും പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് പോലും കാണാതിരുന്നപ്പോൾ തൻ്റെ സഹയാത്രികളെല്ലാം പിന്മാറിയിട്ടും കൈവശമുണ്ടായിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം തീർന്നിട്ടും താൻ ഏകനായി യാത്ര തിരിച്ചു. മാസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ലോകം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞ കാര്യം കൊളംബസ് നേടിയെടുത്തു. അങ്ങനെ കണ്ടുപിടിച്ചതാണ് അമേരിക്ക. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ എത്ര ഉദാഹരണങ്ങളാണ്. ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിൽ തായ്ലൻഡിലെ ഒരു ഗുഹയിൽ അകപ്പെട്ടുപോയ 12 കുട്ടികളെയും അവരുടെ ലീഡറെയും നീണ്ട 14 ദിവസങ്ങൾക്ക് ശേഷം രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കുന്നത് വരെ ലോകത്തിലൊരു മനുഷ്യനും കരുതിയില്ല അത് സാധിക്കുമെന്ന്. പക്ഷേ മനുഷ്യൻ അത് സാധിച്ചെടുത്തു. ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം അസാധ്യതയുടെ മേഖലകൾ ഒരുപാട് കടന്ന് അവൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
ബൈബിൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. മനുഷ്യന്റെ കഴിവുകളെക്കുറിച്ചും മനുഷ്യന്റെ സാധ്യതകളെക്കുറിച്ചും ബൈബിൾ എന്താണ് പറയുന്നത്? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 6-ാമത്തെ വേദഭാഗം വായിച്ചാട്ടെ. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാവുകയില്ല. ബാബേൽ ഗോപുരത്തിന്റെ പണി മനുഷ്യൻ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും ചിതറിപ്പോകണമെന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ ആഗ്രഹത്തിനെതിരായി വരുവിൻ, നമുക്കൊരു കെട്ടിടമുണ്ടാക്കി അതിൽ ഒരുമിച്ച് കൂടിയിരിക്കാം എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് അതിനാവശ്യമായ ഗോപുരം പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പോലും പ്രതീക്ഷിച്ചില്ല അവർ ഈ പണി പൂർത്തിയാക്കുമെന്ന്. പക്ഷെ പണി ആരംഭിച്ചങ്ങ് പുരോഗമിച്ചു വന്നപ്പോൾ ദൈവം പോലും ഒരു വേള ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് ദ്രുതഗതിയിൽ ദൈവിക തൃത്വം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പറയുന്ന ഒരു വാചകമാണ്: ഇതും മനുഷ്യൻ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. അവൻ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും മനുഷ്യന് അസാധ്യമാകയില്ല എന്ന് പറഞ്ഞാൽ, തുനിഞ്ഞിറങ്ങിയാൽ അവൻ സാധിച്ചിട്ടേ കയറൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മത്തായി സുവിശേഷം 17-21 നാം വായിക്കുന്നു: മനുഷ്യർക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഓബദ്യാവിന്റെ പുസ്തകം 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നീ ആകാശത്തോളം ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവെച്ചാലും ഞാൻ അവിടെ നിന്ന് നിന്നെ ഇറക്കും. അത് വേറെ കാര്യം. പക്ഷെ അതിനകത്തൊരു സന്ദേശമുണ്ട്. മനുഷ്യൻ ആകാശത്തോളം ഉയരാൻ കഴിയും. നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുവെക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. അപ്പോൾ മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്ന പല മേഖലകളിലേക്കും അവൻ ഉയരാൻ സാധിക്കുമെന്ന് വിശുദ്ധ തിരുവചനത്തിന്റെ പല ഭാഗത്തും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നാം വായിച്ച വാക്യത്തിന്റെ അർത്ഥം എന്താണ്? പ്രാരംഭത്തിൽ വായിച്ച വാക്യം അവിടെ എങ്ങനെയാണ് നാം വായിച്ചത്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യം. അതിനർത്ഥം മനുഷ്യൻ അസാധ്യമായ എന്തോ ഒന്നുണ്ടെന്നല്ലേ? അതെ, മനുഷ്യൻ അസാധ്യമായ ഒരു കാര്യം, ഒരേ ഒരു കാര്യം. അതെന്താണ് എന്നാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. യേശു ഈ വാക്യം പറയുന്നത്, ഈ വാചകം പറയുന്നത് 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം അതിന്റെ 18-ാം വാക്യത്തിൽ, 18-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചാട്ടെ. ഒരു പ്രമാണി യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്: നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിനെ. ചോദ്യം 1: നിത്യജീവനെ എങ്ങനെ അവകാശമാക്കുവാൻ കഴിയും? യേശുവിനോട് ചോദിക്കുകയാണ്, നിത്യജീവൻ ഞങ്ങൾക്ക് എങ്ങനെ അവകാശമാക്കുവാൻ കഴിയും? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 26-ാം വാക്യം. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. 27. അതിനെ അവിടുന്ന്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. ഒരു വാക്യം മുകളിലേക്ക് ഏറ്റു വായിച്ചു. 26. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. ആ വാക്യത്തിന്റെ അർത്ഥം രക്ഷിക്കാൻ ആർക്ക് കഴിയും? 2 ചോദ്യമാണ്. 1: നിത്യജീവൻ എങ്ങനെ അവകാശമാക്കാൻ പറ്റും? 2: ആത്മരക്ഷ ആർക്ക് തരാൻ കഴിയും? ഈ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, അത് മനുഷ്യർക്ക് അസാധ്യമാണ്, അത് ദൈവത്താൽ സാധ്യമാണ് എന്ന് പറഞ്ഞാൽ, ആത്മരക്ഷയോ നിത്യജീവനോ മനുഷ്യൻ ഒരിക്കലും പ്രാപിക്കാൻ കഴിയത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ മുകളിൽ നാം വായിക്കുന്നുണ്ട്, ആദ്യത്തെ ചോദ്യം ചോദിച്ചയാളോട് യേശു പറയുന്നു, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് പ്രയാസം. അതിനർത്ഥം പണമുള്ളവരാരും സ്വർഗത്തിൽ പോകത്തില്ലെന്നല്ല. പിന്നെ സമ്പത്തുള്ളവന് തൻ്റെ സമ്പത്ത് കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനൊക്കത്തില്ല.
കഴിവുള്ളവന് തൻ്റെ കഴിവ് കൊണ്ട് ആത്മരക്ഷ നേടാൻ കഴിയില്ല. അറിവുള്ളവന് തൻ്റെ അറിവ് കൊണ്ട് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ല. സ്വാധീനമുള്ളവന് തൻ്റെ ഈ ഭൂമിയിലെ സ്വാധീനം കൊണ്ട് നിത്യതയെ അവകാശമാക്കാൻ കഴിയത്തില്ല. ആത്മരക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, പാപമോചനം പ്രാപിക്കാൻ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനായ യേശുവിലൂടെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ അല്ലാതെ ആർക്കും അത് പ്രാപിക്കാൻ കഴിയത്തില്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മനുഷ്യന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ബുദ്ധി കൊണ്ടോ അവന്റെ മുമ്പിൽ നിവർന്നു കിടക്കുന്ന അപാരമായ സാധ്യതകൾ കൊണ്ടോ സാങ്കേതികത്വത്തിന്റെ വളർച്ച കൊണ്ടോ മനുഷ്യന് നിത്യതയെ പ്രാപിക്കാനൊക്കത്തില്ല. കർമ്മമാർഗങ്ങളാൽ, പരിശ്രമങ്ങളാൽ ആത്മരക്ഷ നേടിയെടുക്കുവാൻ സാധ്യമല്ലെന്ന് ഇന്ന് രാത്രി അറിയണം. അതിന് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരുക്കിയ വ്യവസ്ഥയുണ്ട്. ആ മാർഗത്തിലൂടെ വരുന്നവന് മാത്രമേ ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനൊക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചന്ദ്രനിലും ചൊവ്വയിലും പോകുവാൻ മനുഷ്യൻ കാണിച്ച ധൈര്യം കൊണ്ട്, അറിവ് കൊണ്ട്, എവറസ്റ്റ് കൊടുമുടി കീഴടക്കുവാൻ മനുഷ്യൻ കാണിച്ച ആത്മധൈര്യം കൊണ്ട് അവന് നിത്യതയിൽ പോകാനൊക്കത്തില്ല. പാപത്തിന്റെ കറകൾ കഴുകിക്കളയാൻ ഒക്കത്തില്ല. ആമേൻ. അറിവിൽ അവൻ എത്ര ഉയർന്നാലും, എത്ര കോടി സമ്പത്തിന് അവൻ അധിപനാണെങ്കിലും ഇതുകൊണ്ടൊന്നും അവന്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തെ പരിഹരിക്കാൻ പറ്റത്തില്ല. അത് മനുഷ്യരാൽ അസാധ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തികളാൽ അത് അസാധ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി മനുഷ്യൻ പരിശ്രമിക്കേണ്ടെന്ന് തന്നെയാണ് അർത്ഥം. ആമേൻ. പാപമോചനം പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ വഴിയിലൂടെ വരാതെ സ്വന്തം പ്രവൃത്തിയിലൂടെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട, അത് അസാധ്യമായ കാര്യമാണ് മനുഷ്യന്. പക്ഷെ ഇതറിഞ്ഞിട്ടും ഇന്നും നരകുലം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു മേഖല ഏതാണെന്നറിയാമോ? പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രയത്നം തന്നെയാണ്. ആമേൻ. എങ്ങനെയെങ്കിലും പാപമോചനം പ്രാപിക്കണം, ആത്മരക്ഷ നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയാണ് ഇന്ന് മനുഷ്യൻ ഒരുപാട് ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമത്തിന് നരകുലത്തോളം തന്നെ പഴക്കമുണ്ട്. ഏദൻ പൂങ്കാവനത്തിൽ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം മനുഷ്യൻ തിന്ന സമയത്ത് അവൻ പാപിയായി തീർന്നു. തേജസ്സിന്റെ വസ്ത്രം നഷ്ടമായി അവൻ നഗ്നനായി തീർന്നു. പാപം വരുത്തി വെച്ച ദുരന്തം മറയ്ക്കാൻ മനുഷ്യൻ അന്നേ ഒരു പരിശ്രമം നടത്തി. എന്തായിരുന്നു? അത്തിയില കൂട്ടി തുന്നി അവനൊരു വസ്ത്രമുണ്ടാക്കി. അതവന്റെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. പക്ഷെ എത്ര ദിവസം ആ വസ്ത്രത്തിന് ആയുസ്സുണ്ടായിരുന്നു? കതിരവൻ കിഴക്കുതിച്ച് പടിഞ്ഞാറസ്തമിക്കുന്ന ഒരു പകല് പോലും ആ വസ്ത്രത്തിന് ആയുസ്സുണ്ടായിരുന്നില്ല. അത് കരിഞ്ഞുണങ്ങിപ്പോയി. അർത്ഥാൽ അവൻ പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഒരായുസ്സുമില്ലെന്ന് ദൈവം അന്നേ തെളിയിക്കുകയായിരുന്നു. ഇന്നും കർമ്മമാർഗങ്ങളിലൂടെ, തീർത്ഥാടന സന്ദർശനങ്ങളിലൂടെ, പുണ്യപ്രവർത്തികളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ പാപത്തെ പരിഹരിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ, നിനക്ക് ഈ പ്രവർത്തികളിലൂടെ ലക്ഷ്യം നിർവഹിക്കാൻ ഒരു നാളും സാധ്യമല്ലെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര ആഴത്തിൽ പോയി നീ പ്രാർത്ഥിച്ചാലും, എത്ര ഉയർന്ന മലയിൽ പോയി പ്രാർത്ഥിച്ചാലും കർമ്മമാർഗത്താൽ പാപത്തെ പരിഹരിക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് മാർഗങ്ങൾ മനുഷ്യൻ അതിനു വേണ്ടി നോക്കി. യാഗമാർഗങ്ങൾ, യോഗമാർഗങ്ങൾ, കർമ്മമാർഗങ്ങൾ, സാമ്പത്തിക മാർഗങ്ങൾ, എല്ലാ വഴിയിലൂടെയും പാപത്തെ പരിഹരിക്കാൻ മനുഷ്യൻ പരിശ്രമിച്ചു. ഓരോന്നും പരാജയപ്പെട്ടു പോയി. പഴയ നിയമ യാഗങ്ങൾക്കൊന്നും പാപത്തെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ല. എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പാപത്തിന് ഒരു നാളും പരിഹാരം വരുത്തുവാൻ കഴിയാത്ത യാഗങ്ങളും അത് ചെയ്യുന്ന പുരോഹിതന്മാരും എന്നാണ് നാം വായിക്കുന്നത്.
കർമ്മമാർഗങ്ങൾ കൊണ്ട് പാപത്തെ പരിഹരിക്കാനൊക്കത്തില്ല. പണത്തിന്റെ കൂടുതൽ കൊണ്ട് പാപമോചനം നേടിയെടുക്കാനൊക്കത്തില്ല. ലക്ഷങ്ങളും കോടികളും ചിലവ് വരുന്ന പെരുന്നാളുകളും വഴിപാടുകളും ഒറ്റയ്ക്ക് നടത്തുവാൻ ആളുകൾ ക്യൂ നിൽക്കുന്നതിന്റെ പുറകിലെ ലക്ഷ്യം എന്താണെന്നറിയാമോ? അങ്ങനെയെങ്കിലും പാപമോചനം പ്രാപിക്കാം, ആത്മരക്ഷ നേടാം, മോക്ഷം നേടാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയ. എന്നാൽ ഒരിക്കലും അത് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ മാത്രമേ മനുഷ്യനത് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, മനുഷ്യന് പാപമോചനം നൽകുക എന്ന ഏക ലക്ഷ്യം നിവർത്തിക്കാനാണ് യേശു ഇഹത്തിൽ അവതരിച്ചത്. കാരണം ബാക്കിയെല്ലാം, പാപമോചനം ഒഴികെ, ആത്മരക്ഷയൊഴികെ, നിത്യ ജീവന്റെ പ്രാപണം ഒഴികെ ബാക്കിയെല്ലാം മനുഷ്യന് സാധിക്കുമെന്ന് ദൈവത്തിനറിയാം. അവൻ പരാജയപ്പെട്ടു പോയ ഏക മേഖല പാപത്തെ പരിഹരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് സാധിക്കാനാ യേശു 2019 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു ലക്ഷ്യവും അതിനില്ല. ഹല്ലേലൂയ. ആളുകൾ പറയും, നമ്മുടെ കടഭാരം മാറ്റാനാണ് യേശു വന്നത്, വീട് പണി പൂർത്തീകരിക്കാനാണ് യേശു വന്നത്, നമ്മുടെ തലമുറകളെ വിദേശത്തയക്കാനാണ് യേശു വന്നത്, കഷ്ടതകൾ മാറ്റാനാണ്, രോഗസൗഖ്യം തരാനാണെന്നൊക്കെ പറയും. ഇതൊന്നും യേശു തരികയില്ലെന്നല്ല ഞാൻ പറയുന്നത്. കാരണം വചനം വളരെ വ്യക്തമായി പറയുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുമെന്ന് വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ യേശു കർത്താവ് നമ്മുടെ രോഗം മാറ്റും, നമ്മുടെ കടഭാരം മാറ്റും, നമ്മുടെ കഷ്ടതകളും വേദനകളെല്ലാം മാറ്റും. അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതിനേക്കാൾ വെടിപ്പായി പൂർണ്ണമായി യേശു ചെയ്തു തരും. എന്നാൽ ഇന്ന് രാത്രി അറിയണം, അവന്റെ അവതാര ലക്ഷ്യം അതല്ല. അത് വ്യക്തമാണ്. അത് മനുഷ്യന്റെ ആത്മരക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം പാപത്തെ പരിഹരിക്കാൻ അധികാരമുള്ളവന് രോഗത്തെ സൗഖ്യമാക്കുന്നത് ഒരു വലിയ കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. പാപമോചനം കൊടുക്കാൻ അധികാരമുള്ള യേശുവിന് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതൊരു വിഷയമല്ല. അതല്ല ലക്ഷ്യം. യേശുവിൻ്റെ അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം മനുഷ്യൻ ആത്മരക്ഷ തരിക എന്നുള്ളത് തന്നെയാണ്. എന്താ തെളിവ്? മത്തായി 1:21 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. അവിടെ ഒരു ലക്ഷ്യവും അതിനോട് ചേർത്ത് വെച്ചിട്ടില്ല. പാപങ്ങളെ രക്ഷിപ്പാൻ, പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുക കൊണ്ട്. 1 തിമോഥെയോസ് 1:15 ഇങ്ങനെ പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസ്യ യോഗ്യമായ വചനം, അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളതാ. ഹല്ലേലൂയ. യോഹന്നാൻ 1:29 യോഹന്നാൻ യേശുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വേറെ ഒരു ലക്ഷ്യം അവിടെ ചേർത്ത് പറയുന്നില്ല. മർക്കോസ് 2:10 ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. ഈ വാക്യങ്ങളിലെല്ലാം വ്യക്തമാണ്, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യന് അസാധ്യമായ പാപമോചനവും ആത്മരക്ഷയും നൽകുക എന്ന ലക്ഷ്യം നിവർത്തിക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാര്യം കർത്താവായ യേശു ക്രിസ്തു അതിന്റെ പൂർണ്ണതയോടെ ഇവിടെ ചെയ്തെടുത്തു. ഇനി ഒന്നുകൂടെ കടന്ന് ഞാൻ പറയാം, ഈ ലോകത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ ലക്ഷങ്ങൾ കടഭാരം നിനക്കുണ്ട് എന്നുള്ളത് നീ നിത്യതയിൽ പോകുന്നതിനൊരു തടസ്സമല്ല. ഈ ലോകത്തിൽ നിന്നായിരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ മാരക രോഗങ്ങൾ ഉണ്ടെന്നുള്ളത് നീ സ്വർഗത്തിൽ പോകുന്നതിനൊരു തടസ്സമല്ല.
ഇവിടെ പാർക്കാൻ നല്ലൊരു വീടില്ലെന്നുള്ളത് സ്വർഗീയ ഭവനത്തിൽ പോകുന്നതിനൊരു തടസ്സമല്ല. ഇവിടെ കഷ്ടതകളും വേദനകളും കണ്ണുനീരും ഉണ്ടെന്നുള്ളത് നിത്യതയെ തടയുന്നില്ല. എന്നാൽ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണാൻ പറ്റത്തില്ലെന്ന് ഈ രാത്രി അറിയാതെ പോകരുത്. ഹല്ലേലൂയ. പാപമോചനം ഒഴികെ മറ്റെല്ലാം തരാൻ ഇവിടെ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. യേശു ചെയ്യത്തില്ലെന്നല്ല, പക്ഷേ കടഭാരം മാറ്റാനും രോഗസൗഖ്യം തരാനും മക്കളെ വിദേശത്തയക്കാനും ബുദ്ധിമുട്ട് മാറ്റാനും ഒക്കെ കഴിയുന്ന ഒരുപാട് മാർഗങ്ങൾ വേറെയും ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അംബാനി കുടുംബത്തിൽപ്പെട്ട ഒരെണ്ണം മാനസാന്തരപ്പെട്ട 4 പേരെ സഹായിക്കാൻ തീരുമാനിച്ചാൽ തീരാവുന്ന കടഭാരമേ നമുക്കുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. സ്തോത്രം. യേശുവിന്റെ കാലത്തിനു മുമ്പും യേശുവിന്റെ കാലഘട്ടത്തിലും ഇപ്പോഴും രോഗസൗഖ്യത്തിന് വേറെയും മാർഗങ്ങളുണ്ടായിരുന്നു. ഗിലെയാദിൽ വൈദ്യനുണ്ടായിരുന്നു, അവിടെ തൈലമുണ്ടായിരുന്നു. മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി അത് നോക്കിയവർ സൗഖ്യം പ്രാപിച്ചെന്ന് ബൈബിളിൽ വായിക്കുന്നു. ബെഥസ്ദ കുളത്തിൽ ദൂതൻ വന്ന് കുളമിളക്കിയപ്പോൾ അതിൽ ചാടിയവന് സൗഖ്യം കിട്ടി. എന്നാൽ 38 വർഷം കഴിഞ്ഞിട്ടും പാപം മോചിച്ചു കൊടുക്കാൻ യേശു കർത്താവ് വരണ്ട വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ചു പറയാം, യേശു നിനക്ക് രോഗസൗഖ്യം തരും, യേശു നിന്റെ വേദനകൾ മാറ്റും, യേശു നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും, യേശു നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റും. എന്നാൽ അതിനൊക്കെ പിന്നെയും സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ പാപം മോചിക്കാൻ, ആത്മരക്ഷ തരാൻ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു അല്ലാതെ വേറെ ആരുണ്ട്? ഈ രാത്രി ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കാം, നിനക്ക് ആത്മരക്ഷ തരാൻ, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് അവനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അധികാരമുള്ള, അവകാശമുള്ള വേറെ ഏത് ദൈവങ്ങളുണ്ട് ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ? ഹല്ലേലൂയ. ആത്മരക്ഷ തരാൻ യോഗ്യൻ യേശു ക്രിസ്തു മാത്രമാകയാൽ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യം. ദൈവം അതെങ്ങനെ സാധിച്ചു? തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ദൈവം തമ്പുരാൻ അത് സാധിച്ചെടുത്തു. അതെങ്ങനെ സാധിച്ചു എന്നുകൂടെ വേഗത്തിൽ ഓർപ്പിച്ച് എൻ്റെ ചിന്തകൾക്ക് ഞാൻ വിരാമം കുറിക്കാം. വായിക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടുന്ന് വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:7 നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. കൊലോസ്യർ 1:20 നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ രക്തത്താൽ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ മുഖാന്തിരം സമാധാനമുണ്ടാക്കി. അവൻ 1 പത്രോസ് 1:19 നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ വിടുവിച്ചിരിക്കുന്നത് പൊന്ന് വെള്ളി തുടങ്ങിയ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിർമ്മലവുമായ പുണ്യാഹ രക്തത്താലത്രേ. ഈ വാക്യങ്ങളിലെല്ലാം ഒരുപോലെ കാണുന്ന ഒരു പദമുണ്ട്, യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. മാനവകുലത്തിന് കഴിയാതിരുന്ന പാപമോചനം സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ അത് സാധിച്ചെടുത്തു. എങ്ങനെ? അവന്റെ നിർമ്മല രക്തത്തിലൂടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ കറകൾ കഴുകി മാറ്റി
അവനെ വിശുദ്ധനും നിർമ്മലനുമാക്കി തീർക്കേണ്ടതിന് വേണ്ടി, അവൻ ആത്മരക്ഷ കൊടുക്കേണ്ടതിന് വേണ്ടി യേശു ക്രിസ്തു ഊറ്റിത്തരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പാപമോചനം കൊടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. കാരണം ലോകത്തിൽ മനുഷ്യനായി പിറന്ന സകല മനുഷ്യരും പാപികളാണ്. എല്ലാ മനുഷ്യന്റെയും സിരയിലൂടെ ഒഴുകുന്ന രക്തം പാപം കലർന്ന രക്തമാണ്. എന്നാൽ പാപമോചനം നൽകുവാൻ പാപമില്ലാത്ത നിർമ്മല രക്തത്തിന്റെ ഉടമസ്ഥൻ വരണമായിരുന്നു. അതിന് യോഗ്യൻ യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നിർമ്മല രക്തം നമുക്ക് പാപമോചനം തരേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ വീണ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളുണ്ട്. 1 ഗത്സമന, 2 ഗബഥ, 3 ഗോൽഗോഥ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജി എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന 3 സ്ഥലങ്ങൾ. പ്രാണവേദനയുടെ ഗത്സമന, ത്യാഗത്തിന്റെ ഗബഥ, ആത്മത്യാഗത്തിന്റെ ഗോൽഗോഥ. ഈ 3 സ്ഥലങ്ങളിലാണ് പാപപരിഹാരത്തിന് വേണ്ടി യേശു തന്റെ നിർമ്മല രക്തം വീഴ്ത്തിയത്. ഗത്സമന തോട്ടത്തിൽ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശു അനുഭവിക്കേണ്ട വേദനയുടെ തീവ്രത തിരിച്ചറിഞ്ഞപ്പോൾ യേശു ആ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അടുത്ത വാചകം പ്രസക്തമാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറണമേ. ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ വിധിച്ചിട്ടുള്ള വേദന പോലും സഹിക്കാൻ അവന് കഴിയുന്നില്ല. ഒരു ചെറിയ വേദന ശരീരത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ കരയുന്നത് അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ 2 പേരുടെ വേദന നമ്മുടെ ശരീരത്തെ അനുഭവിക്കാൻ തന്നാൽ നാം നിലനിൽക്കത്ത് പോലുമില്ല ഈ ഭൂമിയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ സകല മാനവരാശിയും ശരീരത്തിൽ അനുഭവിക്കേണ്ട വേദന, പാപത്തിന്റെ ശിക്ഷ യേശു എന്ന ഒരൊറ്റ വ്യക്തിയുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ തീവ്രത അളക്കുവാൻ ഈ ലോകത്തിലെ ഒരു വാക്കുകൾ കൊണ്ടും കഴിയത്തില്ല. ആ വേദനയുടെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശു ഗെത്സമനയിൽ പ്രാണവേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. യേശു പ്രാണവേദനയോടെ പ്രാർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്ന് കരുതി യേശു ക്രൂശ് മരണത്തിലേക്ക് നടന്നു നീങ്ങിയത് മനസ്സില്ലാ മനസ്സോടെയാണെന്ന് കരുതരുത്. യേശു ക്രൂശിൽ മരിച്ചത് പിതാവായ ദൈവം നിർബന്ധിച്ചത് കൊണ്ടാണെന്ന് കരുതരുത്. എബ്രായർ 2:9 നാം വായിക്കുന്നു, സകല മനുഷ്യർക്കും വേണ്ടി യേശു ക്രൂശ് മരണം ആസ്വദിക്കുകയായിരുന്നെന്ന. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ വേദനയുടെ ആഴം അവൻ തിരിച്ചറിഞ്ഞപ്പോൾ ഗെത്സമനയിൽ യേശു പ്രാർത്ഥിച്ചു പ്രാണവേദനയോടെ. ആ പ്രാർത്ഥനയുടെ സമയത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പദം എങ്ങനെയാണ്? അവന്റെ ശരീരത്ത് നിന്ന് രക്തത്തുള്ളികൾ വിയർപ്പ് പോലെ നിലത്ത് വീഴുവാനിടയായെന്ന്. ഹല്ലേലൂയ. വിയർപ്പ് കണങ്ങൾ പോലെ രക്തം പുറപ്പെട്ടു വരുമാറ് പ്രാണവേദനയോടെ യേശു ഗെത്സമനയിൽ നിലവിളിച്ചത് നരകുലത്തിന് പാപമോചനം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ്. ഗെത്സമനയിൽ യേശുവിന്റെ രക്തം വീണു. ഗബഥ കൽത്തളത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നു. റോമൻ ശിക്ഷാ നിയമപ്രകാരം ഒരു കുറ്റവാളിക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷാരീതിയാണ് 1 കുറയെ 40 അടി, 39 പ്രാവശ്യം. 39 പ്രാവശ്യം യേശുവിനെ ചാട്ടകാറുകൊണ്ട് അടിപ്പിക്കേണ്ടതിന് വേണ്ടി ഗബഥ കൽത്തളത്തിലേക്ക് യേശുവിനെ കൊണ്ടുവന്നു. അവന്റെ മേൽവസ്ത്രം മാറ്റി നഗ്നത മറയ്ക്കാൻ അല്പം വസ്ത്രം മാത്രം അരയിൽ ചുറ്റി. ആ കൽത്തളത്തിൽ ഒരു കരിങ്കൽ തൂണിൽ യേശുവിന്റെ 2 കരങ്ങളും ബന്ധിച്ചർദ്ധവൃത്താകാരാകൃതിയിൽ അവനെ കുനിയിപ്പിച്ചു നിർത്തി. എന്നിട്ട് അരോഗദൃഢഗാത്രന്മാരായ 2 റോമൻ പട്ടാളക്കാർ, ഒരുവൻ വലതുവശത്തും ഒരുവൻ ഇടതുവശത്തും നിന്നുകൊണ്ട് യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുവാൻ തയ്യാറായി. റോമിലെ ചാട്ടവാർ പ്രസിദ്ധമാണ്. കുതിരയുടെ തോൽ വെയിലത്തിട്ടുണക്കിയത് 7 ഇഴകീറി മെടഞ്ഞുണ്ടാക്കിയതാണ് ചാട്ടവാർ. അതിൽ മുൾക്കൊളുത്തുകളും ഈയക്കട്ടകളും കുപ്പിച്ചില്ലുകളും ചൂണ്ടൽ കൊളുത്തുകളും ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ചാട്ടവാറ് കൊണ്ടാണ് അവർ യേശുവിനെ അടിച്ചത്. പീലാത്തോസിന്റെ അരമനയിൽ നിന്നും മുഴങ്ങുന്ന ആ സംഖ്യയ്ക്കാനുപാതികമായി യേശുവിന്റെ വലതുവശത്തും ഇടതുവശത്തും നിൽക്കുന്ന പടയാളികൾ യേശുവിന്റെ
നിർമ്മല മേനിയിൽ ഈ ചാട്ടവാറുകൊണ്ട് മാറി മാറി അടിക്കും. ഒരുവൻ ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിലേക്ക് ആ ചാട്ടവാറിലെ മുൾക്കൊളുത്തുകൾ ആഴ്ന്നിറങ്ങും. അടുത്ത അടി അടിക്കുന്നതിന് വേണ്ടി ആ ചാട്ടവാർ ശക്തിയോടെ മേൽപോട്ട് ഉയർത്തുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ പറഞ്ഞു കീറിപ്പോരുകയാണ്. അത് ആത്മാവിൽ ദർശിച്ച പ്രവാചകൻ എഴുതി വെച്ചു, അവന്റെ പുറം ഉഴവ് ചാലുപോലെ കീറി. അടുത്ത അടി അടിക്കുന്നതിന് മുമ്പ് സമീപത്ത് വച്ചിരിക്കുന്ന കൽപാത്രത്തിലെ വെള്ളത്തിൽ ഈ ചാട്ടവാറം നുലച്ചു കഴുകി വീണ്ടും യേശുവിന്റെ പുറത്ത് ആ ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ചു. 1 അല്ല 2 അല്ല 10 അല്ല 15 അല്ല 39 പ്രാവശ്യം അവർ യേശുവിനെ മാറി മാറി അടിച്ചു. അവന്റെ ശരീരം മുഴുവൻ രക്തച്ചാലുകൾ ഒഴുകിയിറങ്ങി. അങ്ങനെ ഒഴുകിയിറങ്ങിയ രക്തച്ചാലുകൾ കണ്ട്, ചാട്ടവാറുകൾ ഉലച്ചു കഴുകിയ കൽപാത്രത്തിലെ രക്തമയമായ വെള്ളം കണ്ട് പീലാത്തോസ് അന്ന് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇത് നിർമ്മലമായവന്റെ നിർമ്മല രക്തമാണ്. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഗബഥ കൽത്തളത്തിൽ വീണു പരന്നു. 39 അടിക്ക് ശേഷം യേശുവിനെ കരിങ്കൽ തൂണിൽ നിന്ന് സ്വതന്ത്രനാക്കി ജനത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യനെ എന്ത് ചെയ്യണം? ജനം പറഞ്ഞു, അവനെ ക്രൂശിക്കുക. ജനത്തെ തൃപ്തിപ്പെടുത്തേണ്ടതിന് വേണ്ടി യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. രക്തം വീണ അടുത്ത സ്ഥലം ഗോൽഗോഥ. ക്രൂശീകരണ സ്ഥലത്തേക്ക് തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥ എന്ന സ്ഥലത്ത് ക്രൂശീകരണത്തിന് മുൻപായി കൂർത്തുമൂർത്ത മുള്ളുകൾ കൊണ്ട് മെടഞ്ഞ ഒരു മുൾക്കിരീടം യേശുവിന്റെ ശിരസിന്മേൽ വെച്ച് കോലുകൊണ്ട് അതിന്മേൽ ആഞ്ഞടിച്ചപ്പോൾ ആ മുൾക്കിരീടത്തിലെ മുള്ളുകൾ യേശുവിന്റെ ശിരസോട് ചേർന്നമർന്നു. അങ്ങനെ മുള്ളുകൾ തറച്ചു കയറിയ ഭാഗത്ത് നിന്ന് യേശുവിന്റെ രക്തമൊഴുകി. ഹല്ലേലൂയ. ഭാരമേറിയ പച്ചമരക്കുരിശ് യേശുവിന്റെ തോളിൽ പിടിച്ചു കൊടുക്കുന്നതിന് മുൻപ് റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് പിടിച്ചവന്റെ താടി രോമങ്ങൾ അവർ പിഴുതെടുത്തപ്പോൾ പിഴുതെടുത്ത ഭാഗത്തുകൂടെ രക്തച്ചാലുകൾ നിർമ്മല രക്തമൊഴുകിയിറങ്ങി. ഭാരമേറിയ മരക്കുരിശും ചുമ്മിക്കൊണ്ട് പാലസ്തീന്റെ മണ്ണിടിഞ്ഞ മൺപാതകളിലൂടെ വീണുമെഴുന്നേറ്റും യേശു നടന്നു നീങ്ങുമ്പോൾ പല പ്രാവശ്യം യേശു കുരിശും ചുമ്മിക്കൊണ്ട് വീഴുന്നുണ്ട്. ചരിത്ര രചനകളിൽ നാം വായിക്കുന്നത്, ക്രൂശും ചുമ്മിക്കൊണ്ട് യേശു പോകുമ്പോൾ ക്രൂശ് വഴുതി മാറി പോകാതിരിക്കേണ്ടതിന് വേണ്ടി യേശുവിന്റെ ചുമലിൽ ആ ക്രൂശ് കെട്ടിവെച്ചിരുന്നെന്ന. അങ്ങനെയെങ്കിൽ യേശു വീഴുമ്പോൾ അവൻ മുഖമടിച്ചാണ് വീഴുന്നത്. ഈ കുരിശിന്റെ ഭാരത്തോടെ മുഖമടിച്ചു മുൻപോട്ട് വീഴുമ്പോൾ യേശുവിന്റെ മുഖത്ത് മുറിപ്പാടുകൾ ഉണ്ടായി. ആ മുറിപ്പാടുകളിലൂടെ ഒഴുകിയിറങ്ങുന്ന രക്തച്ചാലുകൾ വിയർപ്പുമായി ചേർന്ന് കലർന്ന് കണ്ണിലേക്ക് ഒഴുകുമ്പോൾ കരമുയർത്തിയതെന്ന് തുടയ്ക്കാൻ പോലുമാകാതെ യേശു ഗോൽഗോഥായിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആ പച്ച മരക്കുരിശിൽ വിരിക്കപ്പെട്ട 2 കരങ്ങൾ കുരിശിന്റെ 2 ഭാഗത്തും ചേർത്ത് വെച്ച് 6 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണി യേശുവിന്റെ കൈവെള്ളയിൽ വെച്ച് ചുറ്റിക കൊണ്ട് അതിന്മേൽ ആഞ്ഞടിച്ചപ്പോൾ ആ കാരിരുമ്പാണി യേശുവിന്റെ കൈവെള്ള തകർത്ത പച്ചമരത്തോട് ചേർന്നമർന്നു. അവിടെ നിന്ന് നിർമ്മല രക്തം പുറത്തേക്കൊഴുകി. ഒടുവിലൊരു പടയാളി അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി തുറന്നപ്പോൾ വായിക്കുന്നു, രക്തവും വെള്ളവും പുറപ്പെട്ടു. അർത്ഥാൽ ഇനി ഒരു തുള്ളി രക്തം പോലും തന്റെ ശരീരത്ത് അവശേഷിക്കാത്ത നിലവാരത്തിൽ മുഴുവൻ രക്തവും നരകുലത്തിന്റെ പാപമോചനത്തിന് വേണ്ടി യേശു ഗോൽഗോഥായിൽ ഊറ്റിത്തരുവാനിടയായി. 6 മണിക്കൂർ സമയത്തെ പീഡന പരമ്പരകൾക്കൊടുവിൽ സ്വന്തം തോളിൽ തലയായിച്ചുകൊണ്ട് ആത്മാവിനെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് യേശു പ്രാണനെ വെടിയുവാനിടയായി. ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാം, മാനവകുലത്തിന് അസാധ്യമായിരുന്ന ആത്മരക്ഷ നൽകി തരുവാൻ യേശു ക്രിസ്തു തന്റെ നിർമ്മല രക്തം ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമുക്കൊരുക്കി തന്ന് ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ വരികൾ കേൾക്കുന്ന സ്നേഹിത, നിന്റെ പാപത്തെ പരിഹരിക്കുവാൻ, നിനക്ക് ആത്മരക്ഷ നൽകി തരുവാൻ, നിനക്ക് നിത്യജീവൻ നൽകി തരുവാൻ
പര്യാപ്തമായ നിർമ്മല രക്തം യേശു കാൽവറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നു. ആ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നതിലൂടെ പ്രവർത്തികൾ കൊണ്ട് അസാധ്യമായിരുന്ന ആത്മരക്ഷ ഈ രക്തത്തിന്റെ കഴുകലാൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ രക്തം മറുവിലയായി തന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കി തന്നതാണ് ഈ ആത്മരക്ഷ. സമയം അവസാനിച്ചതുകൊണ്ട് ഒരു ചില ചിന്തകൾ കൂടെ മാത്രം പറഞ്ഞ് ഈ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആത്മരക്ഷ, ഈ രക്ഷാ സന്ദേശം നമ്മുടെ നാട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഈ രക്ഷകൻ നമ്മുടെ നാട്ടിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുകയില്ലായിരുന്നു. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ പ്രാണനാഥൻ ക്രൂശിൽ മരിച്ചതുകൊണ്ട്, ഈ ആത്മരക്ഷ സൗജന്യമായവൻ തന്നതുകൊണ്ടാണ് ഇന്ന് നാം സന്തോഷത്തോടെ ഈ സാംസ്കാരിക നഗരിയിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലെ സ്ഥിതി ഇതായിരുന്നില്ല. ഇന്ന് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിപ്രധാനമായ ചില പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെയൊന്നുമായിരുന്നില്ല. അപരിഷ്കൃതമായ ഒരുപാട് ദുരാചാരങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ കൊടികുത്തി വാണിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ആത്മീയതയ്ക്കും ആരാധനയ്ക്ക് പോലും വിലക്കുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വിഭാഗിച്ചു നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ ഹർഷഭാരതത്തിന്. പൊതുവഴിയിലൂടെ നടക്കാനോ പൊതു കിണറിൽ നിന്ന് വെള്ളം കുടിക്കാനോ അവസരം നിഷേധിക്കപ്പെട്ട ഒരു ചരിത്രമുണ്ടായിരുന്നു ഈ ഭാരതത്തിന്. മാന്യമായി വസ്ത്രം ധരിക്കാനോ വിദ്യാഭ്യാസം ചെയ്യാനോ പണിയെടുത്താൽ കൂലി പ്രാപിക്കാനോ അവസരമില്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഈ ഹർഷഭാരതത്തിന്. പുരാതന യവന സാമ്രാജ്യത്തെ പോലെ അന്ധവിശ്വാസത്തിന്റെയും ആഭിചാരത്തിന്റെയും കേളീരംഗമായിരുന്ന ഭാരതത്തിൽ ചാതുർവർണ്ണത്തിന്റെ ആരംഭത്തോടെ പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങൾ ഇന്ത്യൻ ജീവിതത്തിന്റെ ശ്രീകോവിലുകളിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ടു. മൃഗങ്ങളെ ആരാധിക്കാനും മനുഷ്യനെ നിന്ദിക്കാനും ഇന്ത്യൻ മനസ്സ് ശീലിച്ചു. പിച്ചപാത്രമായി വരുന്ന സന്യാസികളെ ആദരിച്ചാരാധിക്കാനും പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങളെ പുച്ഛിച്ചകറ്റാനും ഇന്ത്യൻ മനസ്സ് പരിശീലിക്കപ്പെട്ടു. വെളുത്ത നിറവും കറുത്ത മനസ്സുമുള്ള സവർണ ജാതി കോമരങ്ങൾ കറുത്ത നിറത്തിന്റെ പേരിൽ ഒരു കൂട്ടം ജനത്തെ ഇവിടെ അവർണരെന്ന് മുദ്രകുത്തി തരം താഴ്ത്തിയപ്പോൾ വേദങ്ങളും വേദമന്ത്രങ്ങളും അവർ കന്യമായി തീർന്നു. ഉയർച്ചയും വിദ്യാഭ്യാസവും അവരുടെ വിദൂര സങ്കല്പങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യവും സന്തോഷവും അവരുടെ ഭ്രാന്തമായ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ചാതുർവർണ്ണത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ലോകത്തിലെ സകല മനുഷ്യർക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാൻ അവസരമുണ്ടായത് ക്രൈസ്തവ മിഷണറിമാരിലൂടെ ഈ രക്ഷയുടെ സന്ദേശം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത് മുതലാണ്. ഇവിടെ നിലനിന്നിരുന്ന പല സാമൂഹിക ദുരാചാരങ്ങളും വേരോടെ പിഴുതെറിയപ്പെട്ടത് ഈ രക്ഷയുടെ സന്ദേശം ഇവിടെ വന്നതുകൊണ്ടാണ്. കുഷ്ഠരോഗികളെ നികൃഷ്ടരെന്ന് മുദ്രകുത്തി ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു ചരിത്രമുണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ കുഷ്ഠരോഗികളെ മാറോടണച്ച് അവർക്ക് സൗഖ്യം നൽകിക്കൊടുത്ത യേശുവിന്റെ സന്ദേശം വന്നതുകൊണ്ടാണ് ഈ ചരിത്രത്തിലൂടെ മാറ്റമുണ്ടായത്. ഇന്നും മനുഷ്യനെ രക്ഷിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അധാർമികതയിൽ നിന്ന്, അരക്ഷിതാവസ്ഥയിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അസമാധാനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, തകർന്ന മനസ്സിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന ഒരു രക്ഷകനുണ്ടെങ്കിൽ, നരഭോജിയെ നരസ്നേഹിയാക്കി തീർക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ, അണപൊട്ടുന്ന ദുഃഖവും അടക്കുവാനാകാത്ത ആനന്ദവും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പ്രളയമായി തീരുമ്പോൾ ആത്മസംയമനത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചൊഴുകുന്ന നിന്റെ നയനങ്ങളിലെ നീർച്ചാലുകൾ കാണാൻ കരുത്തുള്ള ഒരു രക്ഷകനുണ്ടെങ്കിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നരുളി ചെയ്ത യേശു ക്രിസ്തു മാത്രമാണ് ആ രക്ഷകൻ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ
ആത്മരക്ഷ നൽകിക്കൊടുക്കുക എന്ന ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ കാര്യം സാധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഈ ലോകത്തിലെ സകല ആൾ ദൈവങ്ങളുടെയും അവരുടെ ആദർശങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും സാരോപദേശങ്ങളുടെയും മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ആകാശം മുട്ടുന്ന അഭിമാനത്തോടെ തൃശൂർ പട്ടണത്തോട് ഞാൻ വിളിച്ചു പറയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല. ആത്മരക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, പാപമോചനം പ്രാപിക്കാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലവേ ഇല്ല. എല്ലാവർക്കും ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാണ്. ഒരേ ഒരു ആഹ്വാനം മാത്രം ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് നൽകി തരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി അറിയണം, പാപമെന്ന വേരിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ശാഖകളാണ് ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ. ആത്മഹത്യയുടെ രൂപത്തിൽ, അതിന് പ്രേരിപ്പിക്കുന്ന നിലവാരത്തിൽ, മനസ്സിനെ മടിപ്പിക്കുന്ന നിലവാരത്തിൽ, മാരക രോഗങ്ങളുടെ രൂപത്തിൽ, കുടുംബ തകർച്ചയുടെ രൂപത്തിൽ, അസമാധാനത്തിന്റെ രൂപത്തിൽ പല ശാഖകളും പ്രശ്നങ്ങളായി നിന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രി നീ വലുതെന്ന് കരുതുന്ന ആ പ്രശ്നങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു സന്ദേശമല്ലിത്. മറിച്ച് ഈ സകല പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ വരുത്തിയ പാപമെന്ന വേരിനെ വേരോടെ പിഴുതെടുത്ത് കളയുവാൻ പര്യാപ്തമായ ഒരു സന്ദേശം. സകല പ്രശ്നത്തിന്റെയും അടിസ്ഥാന കാരണമായ പാപത്തിൽ നിന്ന് എനിക്കൊരു രക്ഷ വേണം. എന്റെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമായ പാപത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്. യേശുവിന്റെ നിർമ്മല രക്തത്തിനത് കഴിയുമെങ്കിൽ, യേശുവിന്റെ നിർമ്മല രക്തം അത് സാധിച്ചെങ്കിൽ, ഈ രാത്രി ആ രക്തം കൊണ്ടൊരു കഴുകൽ എനിക്ക് ആവശ്യമാണ്. ആത്മരക്ഷ നൽകി തരുവാൻ അധികാരമുള്ള ഏകസത്യ ദൈവമായ യേശു ക്രിസ്തുവിന്റെ ഒരു കരസ്പർശനം ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഈ 2019 പ്രാരംഭ ദിനങ്ങളിൽ യേശുവേ, അങ്ങയുടെ പുണ്യാഹ രക്തം കൊണ്ടൊരു കഴുകൽ എനിക്ക് ആവശ്യമാണ്. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന, എന്നെ വിശുദ്ധനാക്കി തീർക്കുന്ന, എന്നെ നിത്യതയുടെ അവകാശിയാക്കി തീർക്കുന്ന ആ പുണ്യാഹ രക്തം കൊണ്ട് ഒരു കഴുകൽ എനിക്ക് വേണം. ആ യേശുവിന്റെ കരസ്പർശനം എനിക്ക് ആവശ്യമാണ്. പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ ദയവായി മുൻപോട്ട് കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം, ഈ സന്ദേശത്തോട് പ്രതികരിക്കേണ്ടവർ മുഴുവൻ ഈ ഗ്രൗണ്ടിന് വെളിയിലാണ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരാഗ്രഹം അകത്തളങ്ങളിൽ ഉണ്ടാകുന്നെങ്കിൽ ഏത് സമയവും ഈ യോഗത്തിൽ കടന്നു വന്ന ദൈവദാസന്മാരുമായോ ഇതിന്റെ സംഘാടകരുമായോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുക്കമാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി ആർക്കെങ്കിലും പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞതിനു ശേഷം ദൈവദാസന്മാർ നിങ്ങളുടെ മേൽ കരം വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാഗ്രഹിക്കുന്നവർ ദയവായി മുൻപോട്ട് വരാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. മനുഷ്യന് അസാധ്യമായിരുന്നത് സ്വർഗത്തിലെ ദൈവം സാധിപ്പിച്ചു അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ. ആ ആത്മരക്ഷ അങ്ങയുടെ നിർമ്മല രക്തത്തിലൂടെ അങ്ങ് സാധ്യമാക്കിയെങ്കിൽ ആ രക്തത്താലുള്ള കഴുകൽ ആഗ്രഹിച്ച് അങ്ങയുടെ അണിപ്പാടുള്ള കരം കൊണ്ടുള്ള സ്പർശനം കൊതിച്ച് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സോടെ ആഗ്രഹത്തോടെ ദൈവസ്ഥനിലായിരിക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഈ ജനത്തെ അങ്ങ് കഴുകണമേ. അങ്ങയുടെ നിർമ്മല രക്തം കൊണ്ട് ഈ ജനത്തെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കരം ഈ ജനത്തിന് മേൽ വെച്ച് അവരെ ആശീർവദിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം. Praise the Lord. Hallelujah.